ഹലോ ഗൈസ്, എങ്ങനെ നമുക്ക് ക്രോംബുക്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വിഷ്വൽ സ്റ്റുഡിയോ മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കോഡിംഗ് ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ ക്രോംബുക്കിൻ്റെ സ്റ്റോറേജ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഒരു 10 GB അവൈലബിൾ ആണോ എന്ന് നോക്കുക. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണാം, ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് 12 GB, ബാക്കി എനിക്ക് അവൈലബിൾ 20 GB അവൈലബിൾ ആണ്. അപ്പോൾ ഓൾറെഡി എനിക്ക് 10 GB സ്പേസ് അവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ക്രോംബുക്കിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുക്കാൽ നിങ്ങൾക്ക് സൈഡിൽ നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് അവിടെ ഡെവലപ്പേഴ്സ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ അവിടെ ലിനക്സ് എൻവയോൺമെൻറ്റ് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അത് ടേൺ ഓൺ ചെയ്യുക. എന്നിട്ട് അവരെ ലിനക്സിൻ്റെ ഡെവലപ്മെൻറ്റ് സെറ്റപ്പ് നിങ്ങൾ എന്താക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു യൂസർ ID തരും, അതാണ് നിങ്ങളെ ലിനക്സിൻ്റെ എൻവയോൺമെൻറ്റിലുള്ള യൂസർ ID. പിന്നെ താഴെ നിങ്ങൾക്ക് 10 GB പാക്കാണോ കയറ്റുന്നത്, വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാമെന്നൊക്കെ പറയാം. 18 GB വരെ അവൈലബിൾ ആണ്. 10 GB ഡിഫോൾട്ടായിട്ട് അവർ തന്നത്, 2 GB കുറയ്ക്കുക. അപ്പോൾ ഞാൻ അവിടെ ഓൾറെഡി റെക്കമെൻഡ് ചെയ്ത 10 GB ആണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത് ഇൻ്റർനെറ്റ് ആവശ്യമാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ. പിന്നെ ഇത് ഞാനിപ്പോൾ സ്പീഡാക്കിയതാണ്, ഇത് കുറച്ച് ടൈം എടുക്കും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും അവിടെ വരിക. നമ്മളെ ആ ഒരു തന്നിരിക്കുന്ന യൂസർ ID അടിച്ചിട്ട് നമുക്കൊരു ഡെവലപ്പർ മോഡിലേക്കായിരിക്കും അവർ ഫസ്റ്റ് ഇത് ഇൻ്റർഫേസ് തരിക. സോ അതൊന്നും ചെയ്യാനൊന്നുമില്ല, അത് നേരെ നിങ്ങൾ എന്താക്കുക, പോയിട്ട് ബാക്ക് അടിക്കുക. എന്നിട്ട് ബാക്ക് അടിച്ചതിന് ശേഷം ഇപ്പോൾ ഓൾറെഡി നമുക്ക് ലിനക്സ് നമ്മളെ ക്രോംബുക്കിൽ ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. 10 GB ലിനക്സ് എൻവയോൺമെൻറ്റ് നമ്മളെ ക്രോംബുക്കിൽ ഇപ്പോൾ ഇൻസ്റ്റാൾഡാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്രോം എടുക്കുക. ക്രോം എടുത്തിട്ട് നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് അടിക്കുക. ഞാനിപ്പോൾ കോഡിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ നല്ലൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ആപ്പ് ഇപ്പോൾ ഇതായതുകൊണ്ട് മാത്രമാണ് വിഷ്വൽ സ്റ്റുഡിയോ ഞാൻ അടിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ആപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ ഈ ഒരു ലിനക്സ് എൻവയോൺമെൻറ്റ് തന്നെ യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നല്ല ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ആപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനിത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കയറ്റുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റത്തെ ലിങ്കല്ല, സെക്കൻഡ് ഡൗൺലോഡ് പറഞ്ഞ ആ ലിങ്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ വിൻഡോസിൻ്റെത് പിന്നെ മാക്കിൻ്റെത് കാണാം, നടുവിലുള്ളതാണ് നമ്മൾ ലിനക്സിൻ്റെത്. അപ്പോൾ അതിൽ താഴെ കാണുന്ന 64X ഉള്ള RPM അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതാണ് നമുക്ക് ക്രോംബുക്കിന് സപ്പോർട്ടായ പാക്കേജ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ തുടങ്ങും. സോ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വന്നാൽ അവിടെ ഒന്നും ചെയ്യാനൊന്നുമില്ല, അത് നേരെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്ത് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഫയലിൽ പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ്സിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ഫയലുണ്ടാവും വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ, അത് പോയിട്ട് നിങ്ങൾ എന്താക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റാൾ വിത്ത് ലിനക്സ് വരേണ്ട ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. നേരത്തെ ലിനക്സ് ഡൗൺലോഡ് ചെയ്ത പോലെ തന്നെ ഇൻസ്റ്റാളേഷന് കുറച്ച് ടൈം എടുക്കും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൽ പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, അവിടെ ലിനക്സ് ആപ്സിൽ നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.